നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കും. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ പ്രപഞ്ചം മുഴുവൻ സ്നേഹം വ്യാപിക്കുന്നതായും അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ഈ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർ മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നതിൻ്റെ വിശദ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വരുന്ന ശനിയാഴ്ച 21-ാം തീയതി, ജൂൺ 21-ാം തീയതി ഇന്റർനാഷണൽ യോഗ ഡേ ആണ്. ഹാർട്ട്ഫുൾനെസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരുപാട് പ്രോഗ്രാംസ് സംഘടിപ്പിച്ചിട്ടുണ്ട്. ശരിക്കുള്ള യോഗ എന്താണ്, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനും നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരാനും, കാരണം ഇത് ജീവിതത്തിൽ നിന്നും വ്യത്യസ്തമല്ല, സെപ്പറേറ്റ് അല്ല, നമ്മുടെ ലൈഫിന്റെ ലക്ഷ്യം തന്നെ അതാണ്. അപ്പം അത് തിരിച്ചറിയാനും സാധിക്കും. എല്ലാവരെയും ഈ പ്രോഗ്രാംസിൽ പങ്കെടുക്കാൻ നിങ്ങളുടെ അടുത്തുള്ള സെന്റേഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. നമ്മൾ 10 പ്രമാണങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. സഹജമാർഗത്തിലെ 10 പ്രമാണങ്ങൾ. അതിൽ ആഹാരത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ ആഹാരം എന്ന് പറയുന്നത് ഭക്ഷണം മാത്രമല്ല, നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന എല്ലാ തരത്തിലുള്ള ഇൻപുട്സും ആഹാരമാണ്. അതാണ് നമ്മളുടെ ട്രാൻസ്ഫോർമേഷന്റെ അടിസ്ഥാനം. നമ്മൾ എന്ത് ഭക്ഷണമാണ് കഴിക്കുന്നത്, എന്ത് കാഴ്ചകളാണ് കാണാൻ ഇഷ്ടപ്പെടുന്നത്, എന്ത് ശബ്ദങ്ങളാണ് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത്, ഏത് തരത്തിലുള്ള ടേസ്റ്റാണ്, ഏത് തരത്തിലെ വാക്കുകളാണ് നാവ് കൊണ്ട് ഉച്ചരിക്കുന്നത്, നമ്മുടെ ടച്ച് സെൻസേഷൻ എത്രത്തോളം സെൻസിറ്റീവാണ്, സ്പർശത്തിന് നമ്മൾ എത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. സ്പർശം എന്ന് പറഞ്ഞാൽ സ്കിന്നിൻ്റെ മാത്രമല്ല, ഇതിനെ മറികടന്നിട്ടുള്ള സെൻസിറ്റിവിറ്റി ഉണ്ട്. തൊടാതെ തന്നെ മനസ്സിലാവും. അപ്പൊ ഇതെല്ലാം നമ്മുടെ
സ്പിരിച്വൽ പ്രോഗ്രസ്സിന് പ്രധാനമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റേറ്റിന്റെ റിഫ്ലക്ഷനാണ്. അപ്പൊ നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാനുള്ള മാർഗങ്ങളാണ് നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ, നമ്മുടെ മനോഭാവം എന്താണ്, ആറ്റിറ്റ്യൂഡ് എന്താണ്. ജീസസ് ക്രൈസ്റ്റ് നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു. അടിസ്ഥാനപരമായിട്ട് വിശ്വാസമാണ് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് സ്പോൺസറിങ് തോട്ട്, അതാണ് വിശ്വാസത്തിന്റെ പറ്റിയിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി. നമ്മുടെ സ്പോൺസറിങ് തോട്ട് എന്തായിരുന്നു? നമ്മൾ എല്ലാവർക്കും സഹായം ചെയ്യാൻ എന്തെങ്കിലും പദ്ധതി നടത്തുകയാണ്, നല്ല കാര്യമാണ്. പക്ഷെ എന്തായിരുന്നു ഫസ്റ്റ് സ്പോൺസറിങ് തോട്ട്? അവിടെയാണ് നമ്മുടെ സ്റ്റേറ്റ് കാണിക്കുന്നത്. പുറമേ ചെയ്യുന്ന പ്രവൃത്തികളിലല്ല നമ്മളുടെ ക്യാരക്ടർ നിശ്ചയിക്കപ്പെടുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് അത് ചെയ്തത്? അത് പേരെടുക്കാൻ വേണ്ടിയിട്ടാണോ? പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണോ? അടിയിൽ എവിടെയെങ്കിലും ഒരു ഈഗോ ഉണ്ടോ? നമ്മളെ ആരെങ്കിലും പുകഴ്ത്തിയില്ലെങ്കിൽ അതിലൊരു സങ്കടമുണ്ടോ? നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ നമ്മളെക്കാളും വലുതാവുമോ എന്നൊരു ഭയമുണ്ടോ? അപ്പോൾ അവിടെയൊക്കെ ഈഗോ ഉണ്ട്. ഞാൻ പറഞ്ഞത് തന്നെ എല്ലാവരും കേൾക്കണം, നിർബന്ധ ബുദ്ധികൾ, ഇതൊക്കെ ഈഗോന്റെ പ്രതിഫലനങ്ങളാണ്. നമ്മളെ മനസ്സിലാക്കാനുള്ള വഴിയാണ്. നമ്മുടെ മനോഭാവം നമ്മളുടെ റിഫ്ലക്ട് ചെയ്യും. നമ്മുടെ ലൈഫ് നമ്മുടെ മനോഭാവത്തിന്റെ എക്സ്പ്രഷനാണ്, ആറ്റിറ്റ്യൂഡിന്റെ എക്സ്പ്രഷനാണ്. ഏത് തരത്തിലുള്ള ആറ്റിറ്റ്യൂഡാണ് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ കറക്ഷൻസ് കൊണ്ടുവരാൻ സാധിക്കും. ഇല്ലെങ്കിൽ നമുക്ക് ഈ തരത്തിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ഭക്ഷണം വളരെ പ്രധാനമാണ്. വെജിറ്റേറിയൻ ഫുഡ് നല്ലതാണ് എന്ന് പറയുന്നത്, അതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള ഭക്ഷണം, നേച്ചുറോപ്പതി, അത് നല്ലതാണെന്ന് പറയും. പക്ഷേ അത് കഴിക്കുമ്പോൾ ഉണ്ടായ മനോഭാവം എന്തായിരുന്നു? എന്തുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് ശ്രദ്ധിക്കുന്നത്? എൻ്റെ ശരീരം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണോ? എനിക്ക് ഈഗോ ഉണ്ടോ? ഞാൻ ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യാത്ത ഒരാളാണോ? എങ്കിലേ ഞാൻ ഈഗോയുടെ അടിമയാണ്. ഒരു തരത്തിലും വേറൊന്നും ആക്സെപ്റ്റ് ചെയ്യില്ല. നമുക്ക് അസുഖം വരുമ്പോൾ ഡോക്ടർ പറയുകയാണ്, നിങ്ങൾ ഡയറ്റിലൊന്ന് ശ്രദ്ധിക്കണം. ഞാൻ കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ് കഴിക്കുന്നത്, ഞാൻ ഇങ്ങനത്തെ പൊക്കോളാം. അപ്പൊ അവിടെ എന്താണ്? നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന പാസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമുക്ക് ചെറുപ്പക്കാലത്തൊന്നും മനസ്സിലാവില്ല. പ്രായമായിട്ട് ICUലൊക്കെ കിടക്കുന്ന പേഷ്യൻസ് ഉണ്ട്. ചില പേഷ്യൻസിനൊക്കെ മാനേജ് ചെയ്യാൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഈ തരത്തിലുള്ള കടുംപിടുത്തങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ട്. അവർക്ക് ഇത്ര മണിക്ക് ചായ വേണം, വേറെ ഒന്നും കഴിക്കില്ല. വയ്യാണ്ട് കിടക്കുമ്പോഴും അത് മാറ്റാൻ പറ്റുന്നില്ല, ഹാബിറ്റായി കഴിഞ്ഞു. അവരുടെ മനോഭാവം വയസ്സായിട്ടും അത് തന്നെയാണ് നിൽക്കുന്നത്. പ്രായം അപ്പോൾ മാറ്റാൻ പറ്റില്ല എന്നുള്ളതിനൊരു തെളിവാണ്. അത് അയാളുടെ ശീലമാണ്, അഡ്ജസ്റ്റബിൾ അല്ല. ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും അഡ്ജസ്റ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. മറിമായം എന്നുള്ളൊരു സീരിയലുണ്ട്. വെള്ളപ്പൊക്കം വന്ന സമയത്ത് ഉള്ള ആൾക്കാരുടെ സ്വഭാവം. ഇപ്പൊ എല്ലാവരും പായ വിരിച്ച് നിലത്ത് കിടക്കുകയാണ്. അപ്പൊ അതില് പഞ്ചായത്ത് പ്രസിഡന്റ് വരുന്നുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് പറയാ, എനിക്ക് പ്രത്യേക ഒരു സ്ഥലം തരുന്നു, ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്. വെള്ളപ്പൊക്കം വന്ന എന്ത് പഞ്ചായത്ത് പ്രസിഡന്റ്? ടൈറ്റാനിക് എന്നുള്ള സിനിമയിലുണ്ട് ഒരു സീൻ, അവസാനം ഷിപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ആൾക്കാർ. അപ്പൊ അതിലൊരു പൈസക്കാരുണ്ട്. അദ്ദേഹം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പൈസ കൊടുക്കുകയാണ്. അപ്പൊ ഈ പൈസ എടുത്ത് കടലിലേക്ക് ഒരൊറ്റ കിട്ടിയാണ്. കാരണം പൈസക്ക് അവിടെ എന്താ പറയുക, ജീവൻ മരണ പ്രശ്നമാണ് അവിടെ കിടക്കുന്നത്. അതൊക്കെ വളരെ റിവീലിംഗ് ആയിട്ടുള്ള എപ്പിസോഡ്സ് ആണ്. അപ്പൊ നമ്മുടെ മനോഭാവം നമ്മൾ മാറ്റിയിട്ട് നമ്മൾ ആ ഒരു മൊമെന്റിനെ നമ്മൾ ചിന്തിക്കണം. ബാബുജി മഹാരാജ് പറഞ്ഞ്, ലിവിങ് ജസ്റ്റ് ലൈക്ക് യു ഗോയിങ് ടു ഡൈ ദ നെക്സ്റ്റ് മൊമെന്റ് ആണ് വിസ്ഡം എന്ന് പറഞ്ഞത്. അടുത്ത നിമിഷം ഞാൻ ഇവിടുന്ന് വിട്ടു പോവുകയാണെങ്കിൽ, എന്തായാലും മോർബിഡായിട്ടുള്ള ചിന്തയല്ല, എന്താണ് ഞാൻ ഇവിടെ ചെയ്യേണ്ടത് ഏറ്റവും അധികം എന്നുള്ളത് വളരെ ക്ലിയർ ആവും. നമ്മൾ ആറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യേണ്ട എന്തിനാണ്? നമുക്ക് ഈശ്വര സാക്ഷാത്കാരമാണ് ലക്ഷ്യമെങ്കിൽ ഈശ്വരന്റെ ആറ്റിറ്റ്യൂഡ് ഇവിടെ എക്സ്പ്രസ് ചെയ്യണം, മാസ്റ്ററുടെ ആറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യണം. അതാണ് സ്നേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ്. അപ്പൊ ഞാൻ സ്നേഹമാണോ എക്സ്പ്രസ് ചെയ്യുന്നത്, അതോ എൻ്റെ ഈഗോ ആണോ എക്സ്പ്രസ് ചെയ്യുന്നത്? ഇത് നമ്മൾ സ്വയം കണ്ടെത്തേണ്ട കാര്യമാണ്. അപ്പൊ ആഹാരം, നമ്മുടെ ചിന്തകളും ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനവും ഭക്ഷണവും എല്ലാം കാണിക്കുന്നത് എൻ്റെ സ്പിരിച്വൽ സ്റ്റേറ്റ് ആണ്. അങ്ങനെ അതിനൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. നമ്മുടെ ക്യാരക്ടർ ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ നമ്മുടെ ഈ തരത്തിലുള്ള ആവശ്യങ്ങളും ആഗ്രഹങ്ങളും
എല്ലാം മാറ്റം വരുന്നു, നമ്മൾ അഡ്ജസ്റ്റബിൾ ആവാൻ തുടങ്ങും. അതാണ് ലാളിത്യം എന്നുള്ളത്. എവിടെ ചെന്നാലും ഇഴുകിച്ചേരും. അങ്ങനെ ആളവിടെ ഉണ്ടെന്ന് തന്നെ അറിയില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ഈശ്വരൻ ഉണ്ടെന്ന് അറിയില്ലല്ലോ, ഈശ്വരൻ എല്ലായിടത്തും ഉണ്ട്, ഈശ്വരൻ ഉണ്ടെന്ന് ആരും അറിയുന്നില്ല. കാരണം ഈശ്വരൻ എല്ലാത്തും ഇഴുകിച്ചേരും. ആ ക്യാരക്ടർ നമുക്കും വന്നു ചേരണം. അതിലേക്കാണ് നമ്മുടെ യാത്ര. അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടർ വന്ന ഒരാളുടെ ആവശ്യം, അങ്ങനെ വന്ന ആൾക്കാരുടെ ആവശ്യം ഈ ലോകത്തുണ്ട്. നമുക്ക് ഉള്ളില് സമാധാനം വന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സമാധാനം എക്സ്പ്രസ് ചെയ്യുന്ന ജീവിതമായിരിക്കണം നമ്മുടെ ജീവിതം. ആ ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യുന്ന ജീവിതമാണ് നമ്മുടെ ജീവിതം. അടുത്ത വാക്സിൻ ഇതേ കുറിച്ചിട്ടാണ്. മറ്റുള്ളവരിൽ ഭക്തി സ്നേഹഭാവങ്ങൾ ഉണർത്തത്തക്ക വിധം നിങ്ങളുടെ പെരുമാറ്റവും ജീവിതവും രൂപപ്പെടുത്തുക. ഇതുവരെ ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും എൻ്റെ എസെൻസ് ആണ് ഇത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ശ്രദ്ധിക്കുക, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇതിലൊക്കെ കറക്ഷൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക, ശുദ്ധീകരണം ചെയ്യുക. അത് മാത്രമല്ല, മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ എന്താ ചെയ്യുക? പ്രാർത്ഥിക്കുക, ഭഗവാനെ എനിക്ക് മാറ്റാൻ സാധിക്കുന്നില്ല. അങ്ങനെ നിഷ്കളങ്കമായിട്ടുള്ള പ്രാർത്ഥന തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾക്ക് കാരണമായി മാറും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരേക്കും വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.